നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. സഹായം ചോദിച്ചെത്തി ബിഷപ്പിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. അക്രമം കണ്ണൂർ ബിഷപ്പ് ഹൌസിലെത്തി. പ്രതി കാസർകോട്ടെ മുഹമ്മദ് മുസ്തഫ പോലീസ് കസ്റ്റഡിയിൽ. പരിക്കേറ്റ ജോർജ് പൈനാടത്ത് ചികിത്സയിൽ. ജില്ലയിൽ കനത്ത മഴ. മരം പൊട്ടി വീണ് മേലെ ചൊവ്വയിൽ അപകടം. അശോക് കമ്പനിക്ക് മുന്നിലെ ആൽമരക്കൊമ്പ് റോഡിലേക്ക് വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് ലോക രക്തദാന ദിനം. ജില്ലാ ആശുപത്രിയും റെഡ് ക്രോസും പരിപാടികൾ സംഘടിപ്പിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിലുള്ള വ്യക്തികൾക്ക് ആദരവ്. രക്തദാന ദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണവും പ്രതിജ്ഞയും ചൊല്ലി അംഗങ്ങൾ. വാർത്തകൾ വിശദമായി. കണ്ണൂർ ബിഷപ്പ് ഹൌസിൽ അക്രമം. ധനസഹായം ചോദിച്ചെത്തിയാൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോർജ് പൈനാടത്തിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. അക്രമം നടത്തിയത് കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് മുസ്തഫയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നൽകിയ ധനസഹായം കുറഞ്ഞുപോയെന്നാരോപിച്ചാണ് അക്രമം നടന്നത്. കറിക്കത്തികൊണ്ട് ഫാദർ ജോർജ് പൈനാടത്തിനെ പ്രതി കുത്തിപ്പരിക്കേൽപ്പിച്ചത്. വലത് കൈക്കും വയറിനും കുത്തേറ്റ ജോർജ് പൈനാടത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രതിക്കെതിരെ വധശ്രമം ചുമത്തി കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊട്ടിയൂരിൽ ഒഴുക്കിൽപ്പെട്ട കുട്ടിയെ രക്ഷപ്പെടുത്തി യുവാക്കൾ. ഉത്സവത്തിനെത്തി പിതാവിനൊപ്പം പുഴയിൽ കുളിക്കുന്നതിനിടെയാണ് അപകടം നടന്നത്. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. കുട്ടിയെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിലെ ഹോട്ടലുകൾക്ക് നേരെയുള്ള ഉദ്യോഗസ്ഥ പീഡനം അവസാനിപ്പിക്കണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കണ്ണൂർ താലൂക്ക് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ പ്രകാരം സൂക്ഷിച്ചിരുന്ന വസ്തുക്കൾ പോലും പിടിച്ചെടുക്കുന്നത് പതിവാകുന്നു. ശേഷം വാസ്തവവിരുദ്ധ വാർത്തകളാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകുന്നതെന്നും ഇവർ ആരോപിച്ചു. ഒരു ലാബ് ടെസ്റ്റ് പോലും നടത്താതെയാണ് ഭക്ഷണം പഴകിയതെന്ന് ഇവർ ഉറപ്പിക്കുന്നത്. അതേസമയം തട്ടുകടകളിൽ പരിശോധനകൾ നടക്കുന്നില്ലെന്നും പ്രശ്നത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ പ്രകാരം സൂക്ഷിച്ച ഭക്ഷ്യവസ്തുക്കളാണ് പഴകിയതെന്നാരോപിച്ച് കണ്ണൂർ കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ കഴിഞ്ഞ 10-ന് കണ്ണൂർ നഗരത്തിലെ 2 പ്രമുഖ ഹോട്ടലുകളിൽ നിന്നും പിടിച്ചെടുക്കുകയും പരസ്യമായി പ്രദർശിപ്പിക്കുകയും ചെയ്തത്. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ശീതീകരണ ഉപകരണങ്ങളിൽ സൂക്ഷിച്ച് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാനുള്ള അധികാരം ഹോട്ടലുകൾക്കുണ്ടെന്നിരിക്കെ ഇങ്ങനെ സൂക്ഷിച്ച ഭക്ഷണപദാർത്ഥങ്ങളാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ മഹസർ പോലും തയ്യാറാക്കാതെ ഒരു ലാബ് ടെസ്റ്റ് പോലും നടത്താതെ ഭക്ഷ്യയോഗ്യമല്ലെന്ന് ധൃതിപ്പെട്ട് എഴുതി നടപ്പിലാക്കിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഒരു ഉദ്യോഗസ്ഥന് ഒരു സ്ഥാപനത്തിൽ കയറി ഒരു ഭക്ഷണ പദാർത്ഥം പഴകിയതാണെന്ന് മനസ്സിലായാൽ, അല്ലെ പ്രഥമ ദൃഷ്ടിയാൽ അവർക്കത് മനസ്സിലായാൽ, അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഗവൺമെൻറ് പറയുന്ന ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിൽ 1-2 പ്രൊസീജിയേഴ്സ് ഇവർക്ക് ആ ഭക്ഷണം എടുത്തിട്ട് നിയമപ്രകാരമാണെങ്കിൽ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ സാന്നിധ്യത്തിൽ അത് പരിശോധിക്കുകയും അതിൻ്റെ ലാബ് ടെസ്റ്റ് നടത്തി ആ സാമ്പിൾ എടുക്കുന്നതിൻ്റെ 3 ഭാഗമായി തിരിച്ച് അതിലൊരു ഭാഗം ഈ ഫോറൻസിക് ലാബിന് അയക്കുകയും മറ്റൊന്ന് ഈ ഓഫീസുകൾ സൂക്ഷിക്കേണ്ടതും, അതുപോലെ തന്നെ മറ്റൊരു സാമ്പിൾ ഞങ്ങളുടെ കൈവശം തരണം. അത് ഞങ്ങൾക്ക് ആ സാമ്പിൾ ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളെ കൈവശം വെച്ച് അതിൻ്റെ റിപ്പോർട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയുള്ള ഒരു രാജ്യത്ത്, നിയമത്തിന് ഇത്രയധികം സാധ്യതകൾ കൊടുക്കുന്ന ഒരു രാജ്യത്ത്, നിയമാനുസൃതമല്ലാതെയും അവരുടെ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ ഔദ്യോഗിക വൃത്തിൻ്റെ ഭാഗമല്ലാത്തതും ആയ ഇടത്തിലേക്ക് കയറി ആ സ്ഥാപനത്തിൽ വ്യക്തിവൈരാഗ്യം തീർക്കുന്ന ഒരു സാഹചര്യമാണ് ഇവർ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതിൽ ഞങ്ങൾക്ക് പറയാനത്രയേ ഉള്ളൂ. ഞങ്ങൾ നിയമത്തിനെതിരല്ല. ഈ നാട്ടിലെ എല്ലാവിധ നിയമവും ഞങ്ങൾ പരിപാലിച്ചുകൊണ്ടാണ്, വളരെ സത്യസന്ധമായി പരിപാലിച്ചുകൊണ്ടാണ് പോകുന്നത്. പഴകിയ സാധനം എന്ന് പിടിച്ചെടുക്കുക, ഇന്നലെ 2 സ്ഥാപനത്തിൽ നിന്ന് പഴകിയതെന്ന് പറഞ്ഞ് പിടിച്ചെടുത്തൊക്കെ ചില്ലറിൽ വെച്ച് സൂക്ഷിച്ച സാധനങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഫോട്ടോ നോക്കിയാൽ മനസ്സിലാകും. ആ ഫോട്ടോ പാത്രത്തിന് ഒരു കല പോലും ഇല്ല. പാത്രത്തിൻ്റെ മേളത്തെ ഭാഗത്ത് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണെങ്കിൽ അതിൻ്റെ മുകളിൽ പല കലകളും കാണാം. ഇതൊക്കെ അത്രയും വൃത്തിയും അത്രയും ഇതായിട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളെ മനഃപൂർവ്വം നശിപ്പിക്കുക, അല്ലെങ്കിൽ ബോധപൂർവ്വം സമൂഹത്തിൽ താറടിച്ച് കാണിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനകത്തുള്ളത്.
പിടിച്ചെടുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ പഴകിയതാണെന്ന് മനസ്സിലായാൽ അതിന്റെ സാമ്പിൾ ശേഖരിച്ച് 3 ഭാഗമായി തരംതിരിച്ച് ഒന്ന് ലാബ് ടെസ്റ്റിലേക്കും മറ്റൊന്ന് അധികാരപരിധി ഓഫീസിലേക്കും മൂന്നാമത്തേത് തങ്ങളെയും ഏൽപ്പിക്കണം. അത് പരിശോധിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടത്. ഇതൊന്നും സ്വീകരിക്കാതെയാണ് തങ്ങൾക്കില്ലാത്ത അധികാരം വെച്ച് മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടുകയും സ്ഥാപനങ്ങളെ അവഹേളിക്കുകയും ചെയ്തത്. വിഷയം ബന്ധപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഹോട്ടലുകളിൽ ഭക്ഷണം പരിശോധിക്കാനുള്ള അധികാരം ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർക്കാണെന്നും സംഘടനാ ഭാരവാഹികളെ മന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രിയുടെ വാക്ക് മുഖവിലക്കെടുക്കാതെയാണ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും നിയമവിരുദ്ധ പ്രവർത്തനം തുടരുന്നത്. ഒരു മാനദണ്ഡങ്ങളോ ലൈസൻസോ ഇല്ലാതെ താഴെച്ചുവ മുതൽ ചാല ബൈപ്പാസ് വരെയുള്ള പയ്യാമലം ശ്മശാനം മുതൽ പള്ളിയാമൂല വരെ വൃത്തിഹീനമായി പ്രവർത്തിക്കുന്ന വഴിയോര ഭക്ഷണ കേന്ദ്രങ്ങൾക്കെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ലെന്നും ഇവർ ആരോപിച്ചു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇത്തരം പ്രവൃത്തികൾ തുടർന്നാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ മേയർക്കും സെക്രട്ടറിക്കും പരാതി നൽകുമെന്നും സെക്രട്ടറി KN ഭൂപേഷ് പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് CK പ്രകാശ്, ഭാരവാഹികളായ ഷിഹാബുദ്ദീൻ VP, അബ്ദുൽ ഖാദർ, P സുമേഷ് എന്നിവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. പടന്നപ്പാലം പോച്ചപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഫ്രീ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മംഗലാപുരം KS ഹെഡ്ഗേറ്റ് ചാരിറ്റബിൾ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത്. നേത്രവിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ നീമ, സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഗിരീഷ് എന്നിവരുമുണ്ടായിരുന്നു. ക്യാമ്പിൽ 70ഓളം പേർ പങ്കെടുത്തു. ഹെഡ്ഗേ ഹോസ്പിറ്റൽ PRO ജെയ്സൺ, പോച്ചപ്പൻ ചാരിറ്റബിൾ ചെയർമാൻ ഉമേഷ് പോച്ചപ്പൻ, ഷൈനി എന്നിവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. സഹായം ചോദിച്ചെത്തി ബിഷപ്പിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. അക്രമം കണ്ണൂർ ബിഷപ്പ് ഹൌസിലെത്തി. പ്രതി കാസർകോട്ടെ മുഹമ്മദ് മുസ്തഫ പോലീസ് കസ്റ്റഡിയിൽ. പരിക്കേറ്റ ജോർജ് പൈനാടത്ത് ചികിത്സയിൽ. ജില്ലയിൽ കനത്ത മഴ. മരം പൊട്ടി വീണ് മേലെ ചൊവ്വയിൽ അപകടം. അശോക് കമ്പനിക്ക് മുന്നിലെ ആൽമരക്കൊമ്പ് റോഡിലേക്ക് വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് ലോക രക്തദാന ദിനം. ജില്ലാ ആശുപത്രിയും റെഡ് ക്രോസും പരിപാടികൾ സംഘടിപ്പിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിലുള്ള വ്യക്തികൾക്ക് ആദരവ്. രക്തദാന ദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണവും പ്രതിജ്ഞയും ചൊല്ലി അംഗങ്ങൾ. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയമുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇൻജക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ
ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രിവാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റർ മിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റർ മിംസ് കണ്ണൂർ. വാർത്തയിലേക്ക്. മേലെ ചൊവ്വയിൽ മരക്കൊമ്പ് പൊട്ടി വീണ് അപകടം. ചൊവ്വ മട്ടന്നൂർ റോഡ് അശോക കമ്പനി NS പെട്രോൾ പമ്പിന് മുമ്പിലുള്ള ആൽമരത്തിന്റെ കൊമ്പാണ് പൊട്ടി വീണത്. ശക്തമായ കാറ്റിൽ റോഡിന് കുറുകെ മരം പൊട്ടി വീഴുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ജില്ലയിൽ ഇന്ന് ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ അറിയിപ്പുണ്ടായിരുന്നു. ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം വന്നിരുന്നു. രാവിലെ മുതൽ കനത്ത മഴ തന്നെയാണ് ജില്ലയിൽ രേഖപ്പെടുത്തിയതും. ഈ സമയത്താണ് മേലെ ചൊവ്വയിൽ മരക്കൊമ്പ് പൊട്ടി വീണത്. ശക്തമായ കാറ്റിൽ റോഡിന് കുറുകെ പൊട്ടി വീഴുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മരച്ചില്ലകൾ മുറിച്ചുമാറ്റുന്ന പ്രവൃത്തികളെല്ലാം നടന്നിരുന്നു. എന്നാൽ കാലപ്പഴക്കത്താൽ ദ്രവിച്ചതും കാറ്റ് ചുഴറ്റിയടിച്ചതുമായി പലയിടങ്ങളിലും മരക്കൊമ്പുകൾ പൊട്ടി വീണ് അപകടം നടന്നിട്ടുമുണ്ട്. പ്രവൃത്തി ദിവസമായതും നിരവധി വാഹനങ്ങൾ പോകുന്നതും വഴിയും കൂടെ ആയതുകൊണ്ടും മരക്കൊമ്പ് ഒടിഞ്ഞു വീണത് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വാരം മതുക്കോത്ത് ആൽമരക്കൊമ്പിൽ തട്ടി കണ്ടെയ്നർ റോഡിൽ വീണു. നായാട്ടുപാറയിലെ ഫ്ലൈവുഡ് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്ന ലോഡാണ് അപകടത്തിൽപ്പെട്ടത്. ഈ സമയം റോഡിൽ മറ്റു വാഹനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. ആൽമരത്തിന്റെ കൊമ്പ് റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായത്. ഇതുവഴി ലോറി കടന്നുപോയപ്പോൾ കണ്ടെയ്നർ ആൽമരത്തിന്റെ കൊമ്പിൽ തട്ടി താഴെ വീഴുകയായിരുന്നു. ഈ സമയത്ത് ലോറിക്ക് സമീപത്തായി കാറും ബൈക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഭാഗ്യം കൊണ്ട് അപകടങ്ങളൊന്നും സംഭവിക്കാതെ ഇരു വാഹനങ്ങളും കടന്നുപോയി. ഹൈവേയിലൂടെ പോകുന്ന ഈ വാഹനങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ തടസ്സമായിട്ട് ഇങ്ങനെ പല ഭാഗത്തും ഇങ്ങനെ മരം ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള നമ്മൾ അതിൻ്റെതായിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നില്ല. ഒന്നെന്ന് പറഞ്ഞാൽ ഇതിൽ പോകുന്ന വാഹനങ്ങളെല്ലാം ഇങ്ങനെ മരത്തിൻ്റെ ഇതിൽ ഉള്ള തടസ്സം ശരിക്കും നേരിട്ടിട്ടുണ്ട് ജനങ്ങൾക്ക്. പിന്നെ അത് കൂടാതായിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ പൊതുജനങ്ങൾക്ക് വല്ലാതെ പിന്നെ അപകടം ഉണ്ടാകാതെ എന്തോ ഭാഗ്യത്തിന് വേറൊരു വണ്ടിക്കൊന്നും തട്ടിയിട്ട് ഇതൊന്നും ഇതായില്ല. അല്ലേ വളരെ ഇതായിട്ട് റഷായിട്ട് പോകുന്ന റോഡാണ്. ഒരുപാട് വാഹനങ്ങൾ പല ഇതിലും അങ്ങനെ പോകുന്നത്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് വേറൊന്നും സംഭവിച്ചില്ല എന്ന് പറയാം. അതുകൊണ്ട് ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എല്ലാ പൊതുജനങ്ങളടക്കം ഇത് സംസാരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് എന്തിനായാലും ഇതിനൊരു പിന്നെ ഇത് പരിഹാരം ചെയ്യണം എന്നതാണ് പറയാനുള്ളത്. ഇതിന് മരം മാത്രമല്ല, പല മരങ്ങളും ഇതിൻ്റെ ഭാഗത്ത് അപകട സൂചകമായി നിൽക്കുന്ന കുറേ മരങ്ങൾ അതെല്ലാം മുറിച്ച് മാറ്റണം. താഴെ കിട്ടും വണ്ടി പോകുമ്പോൾ വണ്ടിക്ക് തട്ടിയില്ലാതെ പോകുന്നു. അപ്പോൾ ഇത് വലിയൊരു അപകടത്താണ് നമ്മൾ രക്ഷപ്പെട്ടത്. അപ്പോൾ അതിന് അധികൃതർ അത്രയും ഗൗരവത്തോടെ കാണും. നായാട്ടുപാറയിലുള്ള പ്ലൈവുഡ് ഫാക്ടറിയിലേക്ക് മെറ്റീരിയലുമായി എത്തിയതായിരുന്നു കണ്ടെയ്നർ ലോറി. അപകടം നടന്നതിന് ശേഷം ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റാനാവില്ലെന്നായിരുന്നു അറിയിച്ചത്. ശേഷം സ്ഥാപനത്തിന്റെ ഉടമകൾ എത്തി ക്രെയിൻ ഉപയോഗിച്ച് കണ്ടെയ്നർ ഉയർത്തി മറ്റൊരു വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. ഏറെ നേരം ഗതാഗത തടസ്സമാണ് ഈ മേഖലയിൽ അപകടം കൊണ്ട് ഉണ്ടായത്. മറ്റ് പല സ്ഥലങ്ങളിലും റോഡിലേക്ക് മരങ്ങൾ ചെരിഞ്ഞു നിൽക്കുന്നതായും കൊമ്പുകൾ അപകടാവസ്ഥയിൽ നിൽക്കുന്നതായും കണ്ടെത്തിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കണ്ണൂർ ജില്ലാ നേതൃപഠന ക്യാമ്പ് കണ്ണൂർ NE ബൽറാം സ്മാരക മന്ദിരത്തിൽ നടന്നു. CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ മലയാളികളുടെ സാന്നിധ്യത്തിന് വഴിയൊരുക്കുന്നത് വിദ്യാഭ്യാസ മേഖലയാണെന്ന് സന്തോഷ് കുമാർ പറഞ്ഞു. വിദ്യാഭ്യാസ രംഗം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വൻ സാമ്പത്തിക പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷേ കടം വാങ്ങിയാലും ലോണെടുത്താലും ഒരു നല്ല ജോലിയും നല്ല വരുമാനവും കുടുംബം മെച്ചപ്പെടുത്താനുള്ള മാർഗവും എന്നുള്ള നിലയിൽ കൂടിയാണ് ഈ മേഖലയെ പുതിയ തലമുറ കാണുന്നത്. കുടുംബത്തിന്റെ പ്രതീക്ഷ അങ്ങനെയാണ്. എങ്ങനെയെങ്കിലും SSLC കഴിഞ്ഞ് +2 കഴിഞ്ഞ് അതിനപ്പുറത്തേക്കുള്ള വിവിധ മേഖലകളിൽ എവിടെ ചേർക്കണം, എങ്ങനെ ചേർക്കണം, ബാങ്കുകൾ വായ്പ കൊടുക്കണം. മുൻകാലങ്ങളിൽ അത്തരത്തിലുള്ള വായ്പകളൊന്നുമില്ല. പോയാൽ തന്നെ പല ബാങ്കുകളിലും കയറി ഇറങ്ങി ഒടുവിൽ ഉപേക്ഷിക്കപ്പെട്ട വിദ്യാഭ്യാസം എന്ന സ്വപ്നം, സാങ്കേതിക വിദ്യാഭ്യാസം എന്ന സ്വപ്നം ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് കുട്ടികളും രക്ഷിതാക്കളും ഇന്ന് ലിബറലാണ് പല കാര്യത്തിലും വായ്പ. പക്ഷേ പല മേഖലകളിലും കബളിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശൈലജ വരയിൽ അധ്യക്ഷത വഹിച്ചു. പി രാധാകൃഷ്ണൻ മാസ്റ്റർ, SA ജീവാനന്ദ്, മഹേഷ് കുമാർ മഠത്തിൽ, ശ്രീജിത്ത് വഗേരി തുടങ്ങിയവർ സംസാരിച്ചു. ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ജോലിക്ക് പോകുന്നു,
കുറച്ച് ദിവസം പണിയെടുക്കാതെ ജീവിക്കണം. അങ്ങനെ ലഹരി ഉപയോഗിച്ച് അതിന്റെ അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിച്ച് അതിന്റെ ലഹരിയിലാണ് ഇവർ ഇത് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയാണ് പിറ്റേ ദിവസം പുലർച്ചെ ഈ സ്ത്രീ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അവിടെ പോയി പൈപ്പിന്റെ വാൽവ് ഓഫാക്കി വെള്ളം സ്റ്റോപ്പാക്കിയിട്ട് അവർ പുറത്തേക്ക് വരുമെന്ന് ഇവർ കണക്ക് കൂട്ടിയിട്ടാണ് ഇവർ ഈ സംഭവം ചെയ്തത്. വളരെ വലിയ ഒരു എന്താ പറയുന്നത്, വലിയൊരു കുറ്റകൃത്യമാണ് അവർ ചെയ്തത്. ഒരു സ്ത്രീയെ അവരൊറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവരെ കീഴ്പ്പെടുത്തി അവരുടെ മർഡർ ഫോർ ഗെയിൻ എന്ന് പറയും. നമ്മുടെ ലീഗൽ ടേമിൽ പറയുമ്പോൾ മർഡർ ഫോർ ഗെയിൻ, എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കൊലപാതകം നടത്തുക. അതിന്റെ പുറകിൽ ലഹരിയുടെ സ്വാധീനം നമുക്ക് കാണാൻ സാധിച്ചു. പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള ഉപഹാര വിതരണം ശ്രീജിത്ത് കൊടേരി നിർവഹിച്ചു. വി ബിജിത അധ്യക്ഷത വഹിച്ചു. PK സാബിത്ത്, PS അഖിൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘം അംഗങ്ങളായവരുടെ മക്കളിൽ 2025 വർഷത്തെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കളക്ടർ അരുൺ വിജയൻ IAS ഉദ്ഘാടനം ചെയ്തു. ശക്തി നൽകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടികളോടാണ് ചിലപ്പോൾ നിങ്ങൾ വളരെ റയറായിട്ടായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ സൂചിപ്പിച്ച ഫാമിലി ടൈം ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ഛനും അമ്മയൊക്കെ ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അതിനുള്ള കാരണമില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏതൊരു പ്രശ്നമാണെങ്കിലും ഇപ്പോൾ മഴ കൂടിയാലും ട്രാഫിക് കൂടിയാലും എന്ത് അപകടം സംഭവിച്ചാലും ഇതെല്ലാം വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടായാലും ആദ്യം ഓടിച്ചെന്ന് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഇടപെടുന്നത് നാട്ടിലെ പോലീസാണ്. അപ്പോൾ ആ ഒരു വിഭാഗം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണെങ്കിൽ പോലും അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന അച്ചീവ്മെൻറ്റ് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ അച്ചീവ്മെൻറ്റിനേക്കാൾ ഒരു തട്ട് ആണ് ഇരിക്കുന്ന ഇതിനേക്കാൾ കൂടുതൽ ഒരു റെക്കഗ്നിഷൻ വേറൊരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KDP-CS പ്രസിഡന്റ് പ്രജീഷ് T അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS, കണ്ണൂർ ജില്ലാ റൂറൽ പോലീസ് മേധാവി അനൂജ് പലിവാൾ IPS എന്നിവർ മുഖ്യാതിഥികളായി. ക്രൈംബ്രാഞ്ച് SP വേണുഗോപാലൻ KV, കണ്ണൂർ സിറ്റി അഡീഷണൽ SP സജേഷ് വാഴാളപ്പിൽ, KPO സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രമേശൻ P തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ ലോക രക്തദാന ദിനം ആചരിച്ചു. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ കണ്ണൂർ ACP പ്രദീപൻ കണ്ണിപ്പൊയിൽ ഉദ്ഘാടനം ചെയ്തു. നൂറോളം കുടുംബങ്ങളുടെ പ്രാർത്ഥന കണ്ടാൽ തിരിച്ചറിഞ്ഞില്ലേ? ആ നൂറോളം കുടുംബങ്ങളുടെ പ്രാർത്ഥന അദ്ദേഹത്തിനുണ്ട്. അതിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാം. എൻ്റെ ഈ അനുഭവത്തിൽ തന്നെ ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കുന്ന രക്തദാനം ജീവദാനം എന്ന വാക്കിനെ അനർത്ഥമാക്കുന്ന പ്രവൃത്തിയാണ് ഇവർക്ക് ചെയ്യുന്നത്. സത്യത്തിൽ പറഞ്ഞ തുടക്കത്തിൽ ഈ രക്തദാനം എന്ന് പറഞ്ഞ എനിക്കൊക്കെ വളരെ പേടിയാണ്. പക്ഷെ അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യേണ്ടതാണ്. അതിൻ്റെ അവയർനെസ്സിന്റെ കുറവുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. ഈ അടുത്ത കാലത്ത് നേരത്തെ വളരെ എല്ലാവർക്കും അറിയുന്നതായിരുന്നു രക്തദാനത്തിന്റെ അതിന്റെ പ്രാധാന്യത്തെ പറ്റി എല്ലാവർക്കും അറിയുന്നതായിരുന്നു. ഈ അടുത്ത കാലത്ത് അതിന്റെ ഒരു ഇന്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് മാത്രമാണ് പറയുന്നത്. ജില്ലയിലെ മികച്ച രക്തദാതാക്കളായ ബിന്ദു KP, ഷംസീർ പരിയാട്ട് എന്നിവരെയും സാമൂഹ്യ മേഖലാ പ്രവർത്തനത്തിന് ദേശീയ അന്തർദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ച KC സതീശൻ മാസ്റ്ററെയും ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ വനിതാ ഡെന്റൽ കൌൺസിൽ, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ നോർത്ത് മലബാർ ബ്രാഞ്ച് തയ്യാറാക്കിയ രക്തദാന ബോധവൽക്കരണ പോസ്റ്റർ ഡോക്ടർ പ്രിയത ബാലൻ, ഡോക്ടർ ഭാഗ്യ പ്രദീപ് എന്നിവർ ചേർന്ന് ACPക്ക് കൈമാറി. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കണ്ണൂർ ചെയർമാൻ KG ബാബു അധ്യക്ഷത വഹിച്ചു. KK ബൽറാം, TK ശ്രീധരൻ, MT സുധീന്ദ്രൻ മാസ്റ്റർ, EV സമജ്, മുഹമ്മദ് കീത്തേടത്ത്, AK ലതീഷ്, K ഹരി എന്നിവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയുള്ള ഈ ഒരു അവസരത്തിൽ ഈ ഒരു ബ്ലഡ് ഡോണേഴ്സ് ഡേയുടെ ദിനത്തിന്റെ തന്നെ ആവശ്യകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രക്തം നൽകുന്ന ആൾക്കാരെ ആദരിക്കൽ കൂടിയാണ്. അങ്ങനെ നമ്മൾ പലരും തന്നെ എല്ലാ തവണയും നമ്മൾ പലരും രക്തം നൽകാറുണ്ട്. എന്നാലും ചില ആൾക്കാർ കൃത്യമായിട്ട് ആവശ്യമുള്ള സമയത്ത് ഇതിനൊക്കെയുള്ള എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിലവിൽ ഗവൺമെന്റ് സംവിധാനത്തിൽ
ഒരാൾക്ക് രക്തം വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു വിളിക്കാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറോ അങ്ങനെയൊന്നും തന്നെ ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പലപ്പോഴും കുറേ ബ്ലഡ് ഡോണേഴ്സ് ഫോറം ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ പോലീസിന്റെ ആപ്പ് ഉണ്ട്, പല അങ്ങനെയുള്ള അതിൻ്റെ അകത്തൊരു ലോഗിൻ ഉണ്ട്, അതിൻ്റെ അകത്തൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് സംവിധാനങ്ങൾ കൂടി മാത്രമേ അതായത് ആർക്കെങ്കിലും രക്ത ആവശ്യതയുണ്ടെങ്കിൽ അവർക്ക് അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ. ചടങ്ങിൽ വെച്ച് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്ത രക്തദാതാക്കളെ ആദരിച്ചു. നോബിൾ ജോർജ്, വിജോ വർഗീസ്, പവനൻ മാന്ദ്യൻ, സതീദേവി എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. സതീദേവി ജില്ലാശുപത്രിയിലെ സ്റ്റാഫാണ്. ഡോക്ടർ ഷഹീദ കെ ബി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ലേബർ സെക്രട്ടറി AP സജീന്ദ്രൻ രക്തദാന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കേരള സംസ്ഥാനത്തിലെ കണ്ണൂർ ജില്ലയിലെ കടമ്പൂർ എന്ന ഗ്രാമത്തിലെ AP സജീന്ദ്രൻ എന്ന ഞാൻ ഇന്ന് 2025 ലോക രക്തദാതാക്കളുടെ ദിനത്തിൽ എന്റെ രക്തം പതിവായി ദാനം ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ശാന്ത പയ്യ, സെമിലി KC, അനൂപ CV, ഡോക്ടർ സജിത് ജോർജ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് പ്രമോദ് കുമാർ C സ്വാഗതവും ബൈജു P നന്ദിയും രേഖപ്പെടുത്തി. 10ാം ക്ലാസ്സിന് ശേഷമുള്ള കണ്ണൂർ ജില്ലയിലെ രൂക്ഷമായ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ കണ്ണിൽ പൊടിയിടുന്ന പൊടിക്കൈകളല്ല വേണ്ടതെന്നും ശാശ്വതമായ പരിഹാര നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടതെന്നും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഹയർ സെക്കൻഡറി സീറ്റിലെ മലബാറിനോടുള്ള വിവേചനത്തിൽ പ്രതിഷേധിച്ച് ജൂൺ 21 കലക്ട്രേറ്റ് ഉപരോധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഏകജാലകം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പ്രതിസന്ധി പരിഹരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ശാശ്വതമായ പരിഹാര നടപടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ മന്ത്രിമാരെ തടയുന്നതടക്കമുള്ള പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങും. ഏകജാലക പ്രക്രിയ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പ്രതിസന്ധി പരിഹരിക്കണം. ഹയർ സെക്കൻഡറി സീറ്റ് പ്രതിസന്ധിയെക്കുറിച്ച് പഠിച്ച് സർക്കാരിന് സമർപ്പിച്ച കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിൽ വരുത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. സീറ്റ് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ക്ലാസ് മുറികളിൽ കുട്ടികളെ കുത്തിനിറച്ച് പ്രശ്നം പരിഹരിച്ചെന്ന് വരുത്തി തീർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ സർക്കാർ മാനദണ്ഡമാക്കിയ 50:1 എന്ന വിദ്യാർത്ഥി അധ്യാപക അനുപാതം അട്ടിമറിക്കുകയാണ് +1 ക്ലാസുകളിൽ എന്നും 65 കുട്ടികളായി വർദ്ധിക്കുമ്പോൾ സംഭവിക്കുന്നതെന്നും ഇവർ കുറ്റപ്പെടുത്തി. ഇത് വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മയെ ബാധിക്കുന്ന പ്രശ്നമാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. 9,000 ചില്ലാനം സീറ്റുകളാണ് +1 മാത്രം വിദ്യാർത്ഥികൾക്ക് ലഭിക്കാതെ കിടക്കുന്നത്. അതിൽ IT-യും അതോടൊപ്പം തന്നെ പോളിയും എടുത്തു കഴിഞ്ഞാൽ വീണ്ടും 4,000 ചില്ലാനം വിദ്യാർത്ഥികൾ ഇപ്പോഴും പുറത്താണ്. കണ്ണൂരിൽ തന്നെ മുഴുവൻ A+ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ പോലും സീറ്റ് ലഭിക്കാത്ത സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. മൈലിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥി ഇപ്പോഴും +1 സീറ്റില്ലാതെ അലയുകയാണ്. അപ്പോൾ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് 30% ആനുപാതികത്തിന് പകരം സർക്കാർ നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഒരു ക്ലാസ്സിൽ 50 കുട്ടികളെന്ന ആനുപാതികത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിലും മലബാറിലും +1 സീറ്റ് പരിഹരിക്കുകയും അതോടൊപ്പം തന്നെ ആ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ കണ്ണൂർ ജില്ലയിൽ 240ഓളം പുതിയ ബാച്ചുകൾ നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. ഇത് കണ്ണൂർ ജില്ലയുടെ മാത്രം പ്രശ്നമല്ല, പാലക്കാട് മുതൽ കാസർഗോഡ് വരെ നമുക്ക് വിഷയം കാണാൻ കഴിയും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി സഹൽ അഷ്റഫ്, വൈസ് പ്രസിഡന്റ് സൽമാൻ ഫാരിസ്, സെക്രട്ടറി ഫഹീം ഇബ്രാഹിം, സിജ അഷ്റഫ്, നബ്ഹാൻ താജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 9,320, പവന് 74,560 രൂപ, വെള്ളി 120 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. സഹായം ചോദിച്ചെത്തി ബിഷപ്പിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. അക്രമം കണ്ണൂർ ബിഷപ്പ് ഹൌസിലെത്തി. പ്രതി കാസർകോട്ടെ മുഹമ്മദ് മുസ്തഫ പോലീസ് കസ്റ്റഡിയിൽ. പരിക്കേറ്റ ജോർജ് പൈനാടത്ത് ചികിത്സയിൽ. ജില്ലയിൽ കനത്ത മഴ, മരം പൊട്ടി വീണ് മേലെ ചൊവ്വയിൽ അപകടം. അശോക് കമ്പനിക്ക് മുന്നിലെ ആൽമരക്കൊമ്പ് റോഡിലേക്ക് വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് ലോക രക്തദാന ദിനം. ജില്ലാ ആശുപത്രിയും റെഡ് ക്രോസും പരിപാടികൾ സംഘടിപ്പിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിലുള്ള വ്യക്തികൾക്ക് ആദരവ്. രക്തദാന ദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണവും പ്രതിജ്ഞയും ചൊല്ലി അംഗങ്ങൾ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.